ഹെലികോപ്റ്റർ പാരൻറ്റിങ് കേൾക്കാൻ നല്ല ഭംഗിയുള്ള വാക്കാണ്. ഒരു കുട്ടി ചെറുതായിരിക്കുമ്പോൾ ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക അത് പാരൻസിൻ്റെ കടമയാണ്. അവരുടെ ഭക്ഷണ കാര്യത്തിലായാലും അവരുടെ പഠിത്തത്തിൻ്റെ കാര്യത്തിലായി കഴിഞ്ഞാൽ അവരുടെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലായി കഴിഞ്ഞാൽ അതേപോലെ അവരുടെ സേഫ്റ്റിയുടെ കാര്യത്തിലായാലും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു പാരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റീസാണ്. എന്നാൽ ആ കുഞ്ഞ് വലുതായി ആ കുട്ടിയുടെ കാര്യങ്ങൾ സ്വയം ചെയ്യാറായി തുടങ്ങുമ്പോൾ വീണ്ടും പാരൻസ് ഇത് തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഇതവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ ഒരു സ്കൂൾ ആക്ടിവിറ്റീസ് ആ കുട്ടിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കടമയാണ്. എന്നാൽ കൂടി അതിൽ പാരൻസ് കയറി ഇടപെട്ട് അവർ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റായിട്ട് ചെയ്തു കൊടുക്കാം. ഒരു പെർഫെക്ഷൻ അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ചൈൽഡ് ആവണം എൻ്റെ കുട്ടി എന്നുള്ള തീരുമാനത്തിൻ്റെ പുറത്താണ് ഓരോ പാരൻസും ഇങ്ങനെ ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ ഇത് നല്ലൊരു കാര്യമല്ലേ എന്ന് നിങ്ങൾക്ക് പലർക്കും തോന്നാം. പക്ഷേ നമ്മൾ സന്തോഷം കൊണ്ടും അതേപോലെ തന്നെ കൺട്രോൾ കൊണ്ടും ഈ കുട്ടീനെ നമ്മൾ വീർപ്പ് മുട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ഒരുപാട് ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട്. ആ കുട്ടികൾ വലുതായി കഴിയുമ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായി തീരും. അതുപോലെ തന്നെ നമ്മളെല്ലാവരും കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് എന്നാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത്. ഇങ്ങനത്തെ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ആ ലേണിംഗ് അവിടെ നടക്കുന്നില്ല. അതേപോലെ തന്നെ സ്റ്റഡീസ് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ഹെലികോപ്റ്റർ പാരൻറ്റിങ്ങിലുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ആങ്സൈറ്റി, ഡിപ്രഷൻ പോലത്തെ മാനസികമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്.